morning, students. How are you today? Are you fine? Today, we are going to study the activity 5 in your textbook, page number 23. Here, look at the following expressions from the story. Oh, my father, he had never seen his own face before. What is the speciality of these two sentences? Can you see the underlined words? What are the underlined words? My and his. The underlined words show ownership or relationship. What is meant by ownership or relationship? Oh, my father. എൻ്റെ അച്ഛ എന്നാ വിളിക്കുന്നത്. എൻ്റെ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ഓണർഷിപ്പായി അല്ലേ? എൻ്റെ ഉടമസ്ഥാവകാശം. അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞ ബന്ധം. ബന്ധം എന്ന് പറയുന്നത് തന്നെയാണ് മൈ ഫാദർ. ആരുടെ ഫാദറാണ്? എൻ്റെ ഫാദറാണ്. രണ്ടാമത്തെ സെന്റൻസിൽ ഹിസ് ഓൺ ഫേസ് ബിഫോർ. അവന്റെ മുഖം ഒരിക്കൽ പോലും കണ്ടിട്ടില്ല, മുന്നേ കണ്ടിട്ടില്ല എന്നാ പറയുന്നത്. അവന്റെ എന്ന് പറയുന്നതും ഒരു ഓണർഷിപ്പാണ്. അത് ആരുടെ മുഖം എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ആൻസർ പറയാ ഹിസ് ഫേസ്. അതുപോലെ തന്നെ അതൊരു റിലേഷൻഷിപ്പുമാണ്. Now study the picture given below. What do you see in this picture? There are 3 shops. 3 കടകൾ കാണാനില്ലേ? ഫസ്റ്റ് വൺ എന്താണ്? ടോയ്സ് ആണ്. രണ്ടാമത് സ്വീറ്റ് ഷോപ്പാണ്. മൂന്നാമത്തതോ ബുക്ക് സ്റ്റോൾ ആണ് അല്ലേ? There are some children are standing here. അവിടെ കുറച്ച് കുട്ടികളും നിൽക്കുന്നുണ്ട്. അപ്പൊ ടോയ്സ് ഷോറൂമിലേക്ക് ടോയ്സ് കൗണ്ടറിൽ നിൽക്കുന്ന ഒരു ആൺകുട്ടി, സ്വീറ്റ് കൗണ്ടറിൽ നിൽക്കുന്നത്, മിഠായി കടയിൽ നിൽക്കുന്നത് ഒരു പെൺകുട്ടി, അതുപോലെ ബുക്ക് സ്റ്റോളിൽ 2 പേര് നിൽക്കുന്നുണ്ട്. ഇനി താഴെ ലുക്ക് അറ്റ് ദ സ്വീറ്റ് കൗണ്ടർ. ആ സ്വീറ്റ് കൗണ്ടറിൽ നിൽക്കുന്ന ഗേളിനെ നോക്കിയേ, ആ പെൺകുട്ടിയെ, മിഠായി കടയിൽ നിൽക്കുന്ന പെൺകുട്ടിയെ. ഹെർ നെയിം ഈസ് വിസ്മയ. അപ്പൊ അവളുടെ പേരെന്താണ്? വിസ്മയ എന്നാണ്. ഹെർ അവിടെ ഉപയോഗിച്ചിരിക്കണ്ടോ? റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഓണർഷിപ്പ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഡു യു നോ ഹു ഈസ് അറ്റ് ദ ടോയ്സ് കൗണ്ടർ? ഇനി ആ ടോയ്സ് കൗണ്ടറിൽ നിൽക്കുന്നത് ആരാണ്? വരുൺ. ഹിസ് നെയിം ഈസ് വരുൺ അല്ലെ? അവിടെ ഹിസ് ഉപയോഗിച്ചിട്ടുണ്ട്, കാരണം ബോയ് ആയത് കാരണം. ഹു ആർ ദ വൺസ് അറ്റ് ദ ബുക്സ് കൗണ്ടർ? ആരൊക്കെയാണ് ബുക്ക് കൗണ്ടറിൽ നിൽക്കുന്നത്? ദെയർ നെയിംസ് ആർ ഫാസിൽ ആൻഡ് അമല. അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ദെയർ ആണ്. മൈ സ്വീറ്റ് കൗണ്ടർ ഹാസ് ദ ഹയസ്റ്റ് സെയിൽസ് സെയ്സ് വിസ്മയ. അപ്പൊ വിസ്മയ പറയാണ് എന്റെ സ്വീറ്റ് കൗണ്ടറിൽ ഭയങ്കര വിൽപ്പനയാണ്. അവർ ബുക്സ് കൗണ്ടർ ഈസ് വിസിറ്റഡ് ബൈ മെനി സ്റ്റുഡൻസ്. അപ്പൊ ഫാസിലും അമലയും പറയുന്നുണ്ടാ ഞങ്ങളുടെ ബുക്ക് കൗണ്ടറിലും ഒരുപാട് സ്റ്റുഡൻസ് വരുന്നുണ്ട്. ഹു ഇസ് ദ റിയൽ ഓണർ ഓഫ് ദ ഷോപ്പ്? ഇനി ശരിക്കും ഈ ഷോപ്പിന്റെ ഓണർ ആരായിരിക്കാം? ഓൾ ദ ചിൽഡ്രൻ. ആ സ്കൂളിലെ എല്ലാ കുട്ടികളും ആർ ഇറ്റ്സ് ഓണേഴ്സ്. അതിന്റെ ഓണേഴ്സ് ആണ്, ഉടമസ്ഥരാണ്. ഇറ്റ് ഈസ് ദെയർ കോപ്പറേറ്റീവ് സ്റ്റോർ. അത് അവരുടെ സ്റ്റോർ ആണ്. You also can start your own shop in your school. നമ്മുടെ സ്കൂളിലും ഇതുപോലെ ഷോപ്പ് നമുക്ക് തുടങ്ങാന്ന് പറഞ്ഞ എല്ലാ സ്കൂളിലും കുട്ടികൾക്കായിട്ടുള്ള ഷോപ്പ് അല്ലെങ്കിൽ സ്റ്റോർ റൂം ഉണ്ടായിരിക്കും. ഇനി നിങ്ങൾ ഈ പാരഗ്രാഫിൽ കൊടുത്തിരിക്കുന്ന ബോൾഡ് ആയിട്ട് കൊടുത്തിരിക്കുന്ന വേർഡ്സ് നോക്കിയേ. ഹെർ, ഹിസ്, ദെയർ, മൈ, അവർ, ദെയർ, ഇറ്റ് ആൻഡ് യുവർ. ഇതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ വേർഡ്സിന് എന്താണ് നമ്മൾ പറയുന്നത്, അതുപോലെ തന്നെ എപ്പോഴാണ് നമ്മൾ ഇങ്ങനത്തെ വേർഡ്സ് ഉപയോഗിക്കേണ്ടത്, വാട്ട് ഈസ് ദ പേർപ്പസ് ഓഫ് ദാറ്റ് വേർഡ് യൂസ്, എന്തിനാണ് നമ്മൾ ആ വേർഡ്സ് ഉപയോഗിക്കുന്നത് എന്ന്. അപ്പോൾ ദിസ് ആക്ടിവിറ്റി ഈസ് എയിംഡ് ടു ഡെവലപ്പ് ദി എബിലിറ്റി ടു പൊസസീവ് പ്രൊനൗൺ. പൊസസീവ് പ്രൊനൗൺസ് എന്നാണ് ഇതിനൊക്കെ പറയുന്ന പേര്. അപ്പൊ ആദ്യം പൊസസീവ് പ്രൊനൗൺസ് എന്താണെന്ന് അറിയണം. വാട്ട് ഈസ് പൊസസീവ് പ്രൊനൗൺസ്? പൊസസീവ് പ്രൊനൗൺസ് ഷോസ് ഓണർഷിപ്പ്. അനദർ വേർഡ് ഫോർ ഓണർഷിപ്പ് ഈസ് പൊസഷൻ. മനസ്സിലായോ? ഉടമസ്ഥാവകാശം എന്നുള്ളതിന്റെ വേറൊരു പേരാണ് പൊസഷൻ എന്നുള്ളത്. അതിന് എക്സാമ്പിൾ ആണ് ഹീസ്, ഹേഴ്സ്, യുവേഴ്സ്, ദെയേഴ്സ് എന്നൊക്കെ പറഞ്ഞു തന്നാണല്ലോ. അതൊക്കെയാണ് പൊസസീവ് പ്രൊനൗൺസ് എന്ന് പറയുന്നത്. അപ്പൊ അതിന് മുമ്പ് വാട്ട് ഈസ് പ്രൊനൗൺ, അതാണ് നിങ്ങൾ അറിയേണ്ടത്. പ്രൊനൗൺ എന്താണെന്ന് അറിഞ്ഞാൽ നമുക്ക് ഏതിലേക്ക് കടക്കാൻ പറ്റുള്ളൂ? പൊസസീവ് പ്രൊനൗണിലേക്കും പൊസസീവ് അഡ്ജക്റ്റീവിലേക്കും കടക്കാൻ പറ്റുള്ളൂ. വാട്ട് ഈസ് പ്രൊനൗൺ? പ്രൊനൗൺ എന്താണെന്ന് അറിയണമെങ്കിൽ അത് നൗൺ എന്താണെന്ന് അറിയണം. നൗൺ എന്ന് പറഞ്ഞാൽ നാമം. നാമം എന്ന് പറഞ്ഞാൽ നെയിം ഓഫ് എ പ്ലേസ്, നെയിം ഓഫ് തിങ്സ് ആൻഡ്
നെയിം ഓഫ് പീപ്പിൾ എക്സെട്ര ഇതൊക്കെ പറയുന്നതിനാണ്. അതായത് ഒരു വസ്തുവിന്റെ പേര്, അതല്ലെങ്കിൽ ജനങ്ങളുടെ പേര്, സ്ഥലത്തിന്റെ പേര്, അതിനൊക്കെയാണ് നൗൺ എന്ന് പറയാം. നാമം, എന്തെങ്കിലും പേര്. അപ്പൊ പ്രൊനൗൺ എന്ന് പറഞ്ഞാലോ ഇസ് എ വേർഡ് ദാറ്റ് റിപ്ലേസസ് എ നൗൺ ഇൻ എ സെന്റൻസ്. ഒരു സെന്റൻസിലെ നൗണിന് പകരം ഉപയോഗിക്കുന്ന വേർഡുകൾക്കാണ് പ്രൊനൗൺ എന്ന് പറയാം. സർവനാമം എന്ന് പറയുന്നു. Pronouns are used to avoid repeating the same nouns over and over again. ഈ പ്രൊനൗൺസ് ഉപയോഗിക്കുന്നത് റിപ്പീറ്റേഷൻ ഒഴിവാക്കാനാണ്. അതായത് നൗണിനെ തന്നെ ഇങ്ങനെ ആവർത്തിച്ച് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പ്രൊനൗൺസ് ഉപയോഗിക്കുന്നത്. There are many different types of pronouns, each serving different purpose and belongs to more than one category. ഓരോ പ്രൊനൗണിനും ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് പർപ്പസ് ഉണ്ട്, വ്യത്യസ്ത പർപ്പസുകളുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് തരത്തിലുള്ള പ്രൊനൗൺസ് നമുക്ക് പഠിക്കാനുണ്ട്. മുഴുവനൊന്നും നമ്മൾ പഠിക്കുന്നില്ല, നമുക്ക് ആകെ പഠിക്കുന്നില്ല പൊസസീവ് പ്രൊനൗൺ മാത്രമാണ്. അപ്പൊ പ്രൊനൗൺ എന്താന്ന് മനസ്സിലാവണമെങ്കിൽ ഈ സെന്റൻസുകൾ ഒന്ന് നോക്കിയേ. റീഡ് ദ സെന്റൻസ്. അർജുൻ ഈസ് എ ഡ്രൈവർ. He lived with his family in a small house. He has a daughter named Reshma. She is a good singer. Her songs are very attractive. എന്താ ഈ സെന്റൻസിന്റെ പ്രത്യേകത? ഇത് തുടങ്ങിയിരിക്കുന്നത് അർജുൻ ഈസ് എ ഡ്രൈവർ. അർജുൻ ഈസ് എ നെയിം ഓഫ് പേഴ്സൺ അല്ലെ? ആ വ്യക്തിയുടെ പേരാണ് അർജുൻ എന്നുള്ളത്. രണ്ടാമത് ഹി എന്നവിടെ ഉപയോഗിക്കുന്ന ആരെ കുറിച്ചാ പറയുന്നത്? അർജുനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അവിടെ ഹി ഉപയോഗിച്ചു. അവൻ താമസിക്കുന്നവരുടെ ചെറിയൊരു വീട്ടിൽ ഫാമിലിയോടൊത്താണ്. മൂന്നാമത്തെ സെന്റൻസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? ഹി ഹാസ് എ ഡോട്ടർ. അദ്ദേഹത്തിന് ഒരു മകളുണ്ട്, രേഷ്മ എന്ന് പറയുന്നത്. ഇനി രേഷ്മയെ കുറിച്ചാണ് പറയുന്നത്. രേഷ്മ എന്ന് പറയുമ്പോൾ എന്താ പറയാ? ഷീ ഈസ് എ ഗുഡ് സിംഗർ. പിന്നെ ഉപയോഗിച്ചിരിക്കുന്നതോ ഹെർ സോങ്സ് ആർ വെരി അട്രാക്റ്റീവ്. അപ്പൊ അവളുടെ പാട്ടുകൾ വളരെ അട്രാക്റ്റീവ് ആണ്. ഇവിടെ ഈ അർജുൻ എന്നുള്ള വേർഡ് തന്നെ രണ്ടാമത്തെ സെന്റൻസിലും മൂന്നാമത്തെ സെന്റൻസിലും എഴുതാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് പറയുന്നത്? നമ്മൾ അങ്ങനെ പറയാം. ആദ്യം പേര് പറയും, പിന്നെ അവൻ എന്ന് പറയും, അല്ലെങ്കിൽ ആദ്യം പേര് പറഞ്ഞിട്ട് അവൾ എന്ന് പറയും. ഈ അവൻ, അവൾ, അത് എന്നൊക്കെ പറയുന്നതിനാണ് എന്ത് പറയാ? പ്രൊനൗൺ എന്ന് പറയുന്നത്. ശരിക്കും റിയൽ നെയിം പറയുന്നതിന് നൗൺ എന്നും, പിന്നെ ആ നൗണിന്റെ പകരം നമ്മൾ ഉപയോഗിക്കുന്ന വേർഡ്സ് ആയ ഹി, ഷീ, ഇറ്റ്, ദേ ആണോ, അതിനൊക്കെയാണ് എന്ത് പറയാ? പ്രൊനൗൺ എന്ന് പറയാം. അപ്പൊ ഇതിന് റിപ്പീറ്റേഷൻ ഒഴിവാക്കിയത് കണ്ടോ? അർജുൻ എന്നുള്ളതിന് പകരം അപ്പുറത്ത് ഹി കൊടുത്തു. അതുപോലെ തന്നെ രേഷ്മയ്ക്ക് പകരം പിന്നെ ഷീ ആണ് കൊടുത്തത്. ഹെർ സോങ്സ് ആർ വെരി അട്രാക്റ്റീവ്. പിന്നെ വന്നത് അവളുടെ എന്നാണ്. ഹെർ അവിടെയാണ് എന്ത് പറയുന്നത്? പോസസീവ് പ്രൊനൗൺ എന്ന് പറയുന്നത്. ഷീക്ക് പകരം അവിടെ ഉപയോഗിച്ചത് ഹെർ ആണ്. ഹെർ എന്ന് പറഞ്ഞാൽ അവളുടെ, അതായത് ഓണർഷിപ്പ് കാണിക്കുക, അതല്ലെങ്കിൽ റിലേഷൻഷിപ്പ് കാണിക്കുക. ഇതാണ് പ്രൊനൗൺ എന്ന് പറഞ്ഞപ്പോൾ മനസ്സിലായല്ലോ. ഇനി വാട്ട് ഈസ് പോസസീവ് പ്രൊനൗൺ ആൻഡ് പോസസീവ് അഡ്ജക്റ്റീവ് എന്താ നോക്കാം. Now we are going to discuss personal pronouns, possessive pronouns and adjective. Personal pronoun കൂടി ഉണ്ട്. പേഴ്സണൽ പ്രൊനൗൺ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ദാറ്റ് ഈസ് ഇവിടെ അതിന് എക്സാമ്പിൾ പേഴ്സണെ പ്രതിനിധീകരിക്കുന്നതിനാണ് പേഴ്സണൽ പ്രൊനൗൺ എന്ന് പറയാ. എക്സാമ്പിൾ ഐ ഗോ ടു സ്കൂൾ. ഐ ഞാൻ, അത് പേഴ്സൺ ആണ്. പിന്നെ യു ആർ എ സ്റ്റുഡന്റ്. യു. ദേ ആർ കൊറിയൻസ്. ഹി വോക്സ് ഹിയർ. വി ഗേവ് ഹെർ ഫുഡ്. ഐ, യു, ദേ, ഹി, വി എന്നൊക്കെ പറയുന്ന പേഴ്സൺ, അതായത് ഓരോ വ്യക്തിയെയും സൂചിപ്പിക്കുന്നതായത് കൊണ്ട് അതിനെ പേഴ്സണൽ പ്രൊനൗൺ എന്ന് പറയുന്നു. ദ വേർഡ് ഇറ്റ് റെഫർ ടു എൻ ഒബ്ജക്റ്റ്. ഈ സ്ഥാനത്ത് നമ്മൾ ഒരു ആപ്പിൾ, അതല്ലെങ്കിൽ ഓറഞ്ച്, ട്രീ, ഫ്ലവർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ സൂചിപ്പിക്കുക? ഇറ്റ് ആണ് സൂചിപ്പിക്കുക. അതിന് എക്സാമ്പിൾ ആണ് ഐ ഡ്രാങ്ക് ഇറ്റ്. ഞാനത് കുടിച്ചു എന്നാ പറയാ. ഇറ്റ് ഈസ് എ ബാഗ്. ഇത് ദേ കട്ട് ഇറ്റ് ഇൻ ടു ഹാഫ്സ്. പകുതിയായിട്ട് മുറിച്ചു എന്നൊക്കെ പറയാം. അപ്പൊ ഇറ്റ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റിനെയാണ് സൂചിപ്പിക്കുക. ഈ അണ്ടർലൈൻ വേർഡ്സ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഐ എയ്റ്റ് ആൻ ആപ്പിൾ. ഇറ്റ് വാസ് ഡെലീഷ്യസ്. ഐ എന്നുള്ള പേഴ്സണൽ പ്രൊനൗൺ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇറ്റ് എന്നുള്ള ഒബ്ജക്റ്റ് ആണ്. യു ലുക്ക് ടയേർഡ്. യു ഷുഡ് റെസ്റ്റ്. ഇവിടെ യു ഉപയോഗിച്ചത് കണ്ടോ? ഷീ ഈസ് എ ടീച്ചർ. ഐ ഗേവ് എ ബുക്ക്. ദേ ആർ മൈ ഫ്രണ്ട്സ്. ഐ ലൈക്ക് വെരി മച്ച്. ഹി സോ ദ മൂവി. ഇറ്റ് വാസ് ഇൻട്രസ്റ്റിംഗ്. ഇവിടെ പേഴ്സണൽ പ്രൊനൗൺസ് ആണ്. അപ്പൊ സെന്റൻസിന്റെ തുടക്കത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന വേർഡ്സ് ആരാണോ സെന്റൻസിലെ കർത്താവ്, അതായത് സബ്ജക്റ്റ്, അപ്പൊ അത് പേഴ്സൺ ആയിരിക്കാം. ആ പേഴ്സണൽ പ്രൊനൗൺ എന്ന് പറയുന്നത് അതിൽ സിംഗുലർ ഉണ്ടാവും, അതുപോലെ തന്നെ പ്ലൂറൽ ഉണ്ടാവാം. സിംഗുലർ എന്ന് പറയുന്ന ഏകവചനം. ഐ എന്നുള്ളത് ഏകവചനാണ്. അതുപോലെ തന്നെ യു എന്നുള്ളത് സിംഗുലർ ആയിട്ടും അതുപോലെ പ്ലൂറൽ ആയിട്ടും ഉപയോഗിക്കും. ഏകവചനമായിട്ടും ബഹുവചനമായിട്ടും ഉപയോഗിക്കും. ഹി, ഷീ, ഇറ്റ് എന്നുള്ളത് ഏത് ഗ്രൂപ്പിലാണ് വിടുക? സിംഗുലറിലാണ് ഉൾപ്പെടുന്നത്. പിന്നെ ദേ എന്നുള്ളത് ഇതിലെവിടെയാ? പ്ലൂറലിലാണ് ഉൾപ്പെടുന്നത്. വി എന്നുള്ളത് പ്ലൂറലിലാണ്. അത് ഈ രീതിക്ക് നമ്മൾ മനസ്സിലാക്കണം. സിംഗുലറും പ്ലൂരലും അതുപോലെ തന്നെ ഫെമിനിൻ ആൻഡ് മസ്കുലിൻ.
അതായത് ആണിന് പുല്ലിംഗം സ്ത്രീലിംഗം, അതിൽ ഷീ എന്നുള്ളത് സ്ത്രീലിംഗാണ്. നേരെ മറിച്ച് ഹി ആണെങ്കിലോ അത് പുല്ലിംഗാണ്, ആണുങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ഇങ്ങനെ മനസ്സിലാക്കുക. അതാണ് പേഴ്സണൽ പ്രൊനൗൺ എന്ന് പറഞ്ഞാല്. ലുക്ക് അറ്റ് ദിസ് ടേബിൾ, യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് മോർ അബൌട്ട് ഇറ്റ്. അതിൽ ഫസ്റ്റ് പേഴ്സൺ ഐ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പേഴ്സൺ ആണ്. അത് യു എന്ന് പറഞ്ഞ ഐ എന്ന് പറഞ്ഞാൽ ഞാൻ എന്ന് പറയുന്നത് ഫസ്റ്റ് പേഴ്സൺ ആണ്. യു സെക്കൻഡ് പേഴ്സൺ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നീട് പഠിക്കാം. യു സെക്കൻഡ് പേഴ്സൺ, ഹി ഷീ ഇറ്റ് എന്ന തേർഡ് പേഴ്സൺ ആണ്, അത് സിംഗുലർ ആണ്. അതുപോലെ തന്നെ ദേ എന്ന് പറയുന്നത് തേർഡ് പേഴ്സൺ പ്ലൂറൽ ആണ്. വി എന്ന് പറഞ്ഞ ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ ആണ്. ഐ എന്നുള്ളതിന്റെ ബഹുവചനാണ് ഏത്? വി എന്നുള്ളത് അല്ലെ. അതുപോലെ തന്നെ യു എന്നുള്ളതിന്റെ ബഹുവചനം യു തന്നെയാണ്. അത് എങ്ങനെ ഉപയോഗിക്കുന്നത്? സെക്കൻഡ് പേഴ്സൺ ആയിട്ടാണ്. ഫസ്റ്റ് പേഴ്സൺ ഞാന് ഞങ്ങള്, സെക്കൻഡ് പേഴ്സൺ എന്ന് പറഞ്ഞാല് നീ നിങ്ങൾ. തേർഡ് പേഴ്സൺ ആരൊക്കെയാ വരിക? അവൻ അവൾ അവർ അത്, അതാണ് തേർഡ് പേഴ്സൺ പറഞ്ഞത്. അതിൽ സിംഗുലറും ഉണ്ട് പ്ലൂറലും ഉണ്ട്. ഇനി ഇതിലെ ഈ കോളത്തിൽ നന്നായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് പേഴ്സണൽ പ്രോനൗൺ എന്താണെന്ന് മനസ്സിലാക്കാം. അതിൽ പൊസസീവ് അഡ്ജക്റ്റീവ് എന്താണെന്നുള്ളതും പൊസസീവ് പ്രോനൗൺ എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ലുക്ക് അറ്റ് ദിസ് ടേബിൾ. ദ ഫസ്റ്റ് കോളം വി ആർ ഡിസ്കസ്ഡ് ഓൾറെഡി. ആദ്യത്തെ കോളം നമ്മൾ ഡിസ്കസ് ചെയ്തു. അതായത് പേഴ്സണൽ പ്രോനൗണ്, അതിന്റെ ഫസ്റ്റ് പേഴ്സൺ സെക്കൻഡ് പേഴ്സൺ ഏതൊക്കെയാന്നുള്ളത്. ഐ വി എന്നുള്ളത് ഫസ്റ്റ് പേഴ്സൺ ആണ്. യു എന്ന് പറയുന്നത് സെക്കൻഡ് പേഴ്സൺ, ഞാൻ ഞങ്ങൾ എന്ന് പറയുന്നത് ഫസ്റ്റ് പേഴ്സണും, നീ നിങ്ങൾ എന്ന് പറയുന്നത് സെക്കൻഡ് പേഴ്സൺ ആണെന്നൊക്കെ പറഞ്ഞു. ഇനി രണ്ടാമത്തെ കോളത്തിൽ പേഴ്സണൽ പ്രോനൗൺ ആണ്, അതായത് സബ്ജക്റ്റ് ആയിട്ട് വരുന്ന സംഭവങ്ങൾ. അത് നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. ഇനി ഇൻ ദ തേർഡ് കോളം ഓഫ് ദിസ് ബോക്സ് വി ക്യാൻ സീ മൈ, അവർ, യുവർ, ഹിസ്, ഹെർ, ഇറ്റ്സ്, ദെയർ. ഇതാണ് മൈ എന്റെ, അവർ ഞങ്ങളുടെ, യുവർ നിന്റെ നിങ്ങളുടെ, ഹിസ് അവന്റെ, ഹെർ അവളുടെ, ഇറ്റ്സ് അതിന്റെ, ദെയർ അവരുടെ എന്നൊക്കെ പറയും. അത് കാൺ സ്റ്റാൻഡ് അലോൺ, ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് അത് ഇതിന്റെ മുമ്പ് ഉപയോഗിക്കുക ബിഫോർ എ നൗൺ. നൗൺ ഇപ്പൊ നേരത്തെ പറഞ്ഞാണല്ലോ, നാമം. ഏതെങ്കിലും ഒരു നാമത്തിന്റെ മുമ്പാണ് ഇത് ഉപയോഗിക്കുന്നത്, ഇത് ഉപയോഗിക്കുന്നത്. അപ്പൊ അതിനെയാണ് എന്ത് പറയാ? പൊസസീവ് അഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഈ പൊസസീവ് അഡ്ജക്റ്റീവ്സ് ഇൻ ഇംഗ്ലീഷ് ഓൾസോ കോൾഡ് പൊസസീവ് ഡിറ്റർമിനർ. അതിന് പൊസസീവ് ഡിറ്റർമിനർ എന്ന പേരുണ്ട്. ഇപ്പൊ ഉദാഹരണം മൈ, യുവർ, ഹിസ്, ഹെർ, അതൊക്കെയാണ് പൊസസീവ് അഡ്ജക്റ്റീവ് ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇവിടെ തന്നിട്ടുണ്ട്. അതും എന്തിനാ ഉപയോഗിക്കുന്നത്? സ്പെസിഫൈ ഓണർഷിപ്പ് അല്ലെ, ഓണർഷിപ്പ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇറ്റ് അപ്പിയേഴ്സ് ടുഗദർ വിത്ത് നൗൺ, അത് നൗണിന്റെ കൂടെ മാത്രമേ വരുള്ളൂ, അല്ലെങ്കിൽ നൗണിന്റെ മുമ്പ് മാത്രമേ വരുള്ളൂ ഓണർഷിപ്പ് കാണിക്കാൻ വേണ്ടി. എക്സാമ്പിൾ നോക്കുക, ഐ ഹാവ് എ ബാഗ്. അത് പേഴ്സണൽ പ്രോണൗൺ ഉപയോഗിച്ചിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ദിസ് ഈസ് മൈ ബാഗ്. ഇതിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഏതാണ് പൊസസീവ് അഡ്ജക്റ്റീവ് എന്നുള്ളത്. മൈ ആണ്. ആ ബാഗ് എന്നുള്ളത് നൗൺ ആണ്, ഒരു വസ്തുവിന്റെ പേരാണ്. അപ്പൊ അതിന് മുമ്പാണ് ഏത് ഉപയോഗിച്ചിരിക്കുന്നത്? മൈ എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ സെന്റൻസ്, യു ഹാവ് എ കാറ്റ്. അത് എങ്ങനെ പൊസസീവ് പ്രോനൗൺ ആയിട്ട് ഉപയോഗിച്ചത്? ദാറ്റ് ഈസ് യുവർ കാറ്റ്. അത് നിന്റെ കാറ്റ് ആണ്. അപ്പൊ നിന്റെ എന്നുള്ളതിന് അതിന് ശേഷം ഏത് ഉപയോഗിച്ചു? കാറ്റ് ഉപയോഗിച്ചു. അപ്പൊ കാറ്റിന് എന്ന നൗണിന് മുമ്പാണ് ഏത് ഉപയോഗിക്കുന്നത്? പൊസസീവ് അഡ്ജക്റ്റീവ് ഉപയോഗിക്കുന്നത്. നിന്റെ എന്ന് മാത്രം പറഞ്ഞാൽ സ്റ്റാൻഡ് അലോൺ, അത് കംപ്ലീറ്റ് അല്ല സെന്റൻസ്. അപ്പൊ അതുകൊണ്ടാണ് അത് ഒറ്റയ്ക്ക് നിൽക്കില്ല എന്ന് പറയുന്നത്. ഇനി ഹി ഹാസ് എ കാർ, അവനൊരു കാർ ഉണ്ട്. അപ്പൊ അതിനെ കുറിച്ച് ദിസ് കാർ, ദിസ് ഈസ് ഹിസ് കാർ, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഹിസ് കാർ അല്ലെ. അപ്പൊ ഹിസ് കാർ, കാർ എന്നുള്ളതിന് മുമ്പാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത്. ഷി ഹാസ് എ ബുക്ക്, ഇറ്റ് ഈസ് ഹെർ ബുക്ക്. ആ ഹെർ ഉപയോഗിച്ചത് കണ്ടോ? ദ ഡോഗ് ഹാസ് എ ബെഡ്, ഇറ്റ് ഈസ് ഇറ്റ്സ് ബെഡ്. ഇറ്റ് ഡോഗിന് ഒബ്ജക്റ്റ് ആയിട്ടാണ് ഉപയോഗിച്ചത്, അതായത് പേഴ്സൺ അല്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഏത് ഉപയോഗിച്ചു? ഇറ്റ് ഉപയോഗിച്ചു. ഈ ഇറ്റ്സ് ഉള്ളതിന് ഒരിക്കലും ഇത് ഉപയോഗിക്കാൻ പാടില്ല, അപ്പോസ്ട്രോഫി ഉപയോഗിക്കാൻ പാടില്ല, കോമ ഇട്ടിട്ട് എഴുതാൻ പാടില്ല. വി ഹാവ് എ ഫ്ലാറ്റ്, അത് ഉപയോഗിച്ചു ഇറ്റ് ഈസ് അവർ ഫ്ലാറ്റ്. പിന്നെ ദേ ഹാവ് എ ഡോട്ടർ, അത് ഷീ ഈസ് ദെയർ ഡോട്ടർ എന്നാക്കി മാറ്റി. മനസ്സിലായല്ലോ? ദെയർ എന്ന് പറഞ്ഞാൽ അവരുടെ. ഇതാണ് പൊസസീവ് അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞത്. അതിന്റെ മീനിങ് കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. ഐ ഞാൻ, മൈ എന്റെ, അവർ ഞങ്ങളുടെ, യുവർ നിന്റെ, ഹിസ് അവന്റെ, ഹെർ അവളുടെ, ദെയർ അവരുടെ, ഇറ്റ്സ് ഇതിന്റെ. ഇറ്റ് എന്നുള്ളതിന് എന്ത് ഇറ്റ്സ് എന്നുള്ളതിന് എന്ത് ഉപയോഗിക്കാൻ പാടില്ല? അപ്പോസ്ട്രോഫി ഉപയോഗിക്കാൻ പാടില്ല. ലുക്ക് അറ്റ് ദ ഫോർത്ത് കോളം, പൊസസീവ് പ്രൊനൗൺ എന്നാണ് ഹെഡിങ് കൊടുത്തിരിക്കുന്നത്. ഈ പൊസസീവ് പ്രൊനൗൺസ് ആൾസോ സേ സംതിങ് ബിലോങ്സ് ടു. പൊസസീവ് പ്രൊനൗണും എന്തിനു വേണ്ടി ഉപയോഗിക്കുക? ഒരു ഓണർഷിപ്പിന് വേണ്ടി തന്നെയാണ് ഉപയോഗിക്കുന്നത്. ദേ റീപ്ലേസ് ദ നൗൺ, അത് നൗണിന് പകരമായിട്ട് ഉപയോഗിക്കുന്നതാണ്. വി യൂസ് ദം എലോൺ. പക്ഷെ നേരത്തെ അഡ്ജക്റ്റീവ് ഡോൺ സ്റ്റാൻഡ് എലോൺ എന്നാണ് പറഞ്ഞത്, ഒറ്റയ്ക്ക് നിൽക്കില്ല. പക്ഷെ ഇവിടെ പൊസസീവ് പ്രൊനൗൺ നമുക്ക് എന്ത് ചെയ്യാം? എല്ലാം ഒറ്റയ്ക്ക് ഉപയോഗിക്കാം. പക്ഷെ വേറൊരു സംഭവം, അവിടെ ഇറ്റ് എന്നുള്ള കോളത്തിൽ കണ്ടോ നോട്ട് യൂസ്ഡ് എന്ന് എഴുതിയത്? ഇറ്റ്സ് എന്നുള്ള പ്രൊനൗണ് ഇല്ല. അപ്പൊ പൊസസീവ് പ്രൊനൗൺസ് ഏതൊക്കെയാന്ന് നോക്കിയാൽ മൈൻ, മൈ എന്നുള്ളതിന്റെ പ്രൊനൗണ് മൈൻ എന്നാണ്.
യുവേഴ്സ്, അവിടെ എസ് കൂടി, നിന്റേത് എന്ന് പറയും, കുറച്ചും കൂടി അവകാശവാദമുള്ളതാണ്. ഹിസ് സെയിം ആണ് രണ്ടിടത്തും, പ്രൊനൗണും അഡ്ജക്റ്റീവും സെയിം ആണ്. ഹേഴ്സ് അവിടെയും എസ് കൂടി പോയി, അവേഴ്സ് ആൻഡ് യുവേഴ്സ്, ദയേഴ്സ് ഇതൊക്കെയാണ്. അവിടെ എക്സാമ്പിൾ പറയുന്നത് ഐ ഹാവ് എ ബാഗ്, എനിക്കൊരു ബാഗ്, ദിസ് ഈസ് മൈൻ, ഇത് എന്റേതാണ് എന്നാണ് പറയുന്നത്. അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് നൗണൊന്നും കാണാനില്ലല്ലോ. യു ഹാവ് എ ക്യാറ്റ്, അവിടെയോ ദ ക്യാറ്റ് ഈസ് യുവേഴ്സ്, ഈ ക്യാറ്റ് നിന്റേതാണെന്ന് പറയാണ്. പിന്നെ ദിസ് ഈസ് യുവർ ക്യാറ്റ് എന്നുള്ളതിന് പകരം എന്ത് ഉപയോഗിച്ചു, ദാറ്റ് ക്യാറ്റ് ഈസ് യുവേഴ്സ്. ഹി ഹാസ് എ കാർ, ഇറ്റ് ഈസ് ഹിസ്. ഷി ഹാസ് എ ബുക്ക്, ഇറ്റ് ഈസ് ഹേഴ്സ്. വി ഹാവ് എ ഫ്ലാറ്റ്, ഇറ്റ് ഈസ് അവേഴ്സ്. ദേ ഹാവ് എ ഡോട്ടർ, ഷീ ഈസ് ദയേഴ്സ്. അപ്പോൾ അഡ്ജക്റ്റീവും പ്രോനൗണും തമ്മിൽ വ്യത്യാസം മനസ്സിലായോ? ഇതൊക്കെ സെന്റൻസിന്റെ ലാസ്റ്റ് ആയിരിക്കാം ഏത് ഉപയോഗിക്കുന്നത്, പ്രോനൗണ് ഉപയോഗിക്കുന്നത്. എപ്പോഴും അഡ്ജക്റ്റീവ് ഉപയോഗിക്കുന്നത് നൗണിന് മുമ്പാണ്. അപ്പൊ അതിന്റെ മീനിങ്ങും കറക്റ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. നൗ ഡിയർ ചിൽഡ്രൻ, അപ്പൊ നമുക്ക് പൊസസീവ് അഡ്ജക്റ്റീവ്സ് ആണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. ഇതിനേക്കാൾ കൂടുതൽ പൊസസീവ് പ്രോനൗണിനേക്കാൾ നമ്മുടെ ടെക്സ്റ്റിൽ ഉപയോഗിക്കാനുള്ളത് പൊസസീവ് അഡ്ജക്റ്റീവ് ആണ്. അപ്പൊ പൊസസീവ് അഡ്ജക്റ്റീവ്സ് ഏതൊക്കെയാന്ന് വീണ്ടും പറയേണ്ട ആവശ്യമില്ലല്ലോ. പൊസസീവ് അഡ്ജക്റ്റീവ്സ് ആർ മൈ, യുവർ, ഹിസ്, ഹെർ, ഇറ്റ്സ്, അവർ, ദെയർ എക്സെട്ര. ഇതാണ് പൊസസീവ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഈ പൊസസീവ് അഡ്ജക്റ്റീവ് വെച്ചാണ് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ നമുക്കൊരു ആക്ടിവിറ്റി ചെയ്യാനുണ്ട്. അപ്പൊ അതിന്റെ മീനിങ് കറക്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, വളരെ ഈസി ആയിട്ട് ആക്ടിവിറ്റി ചെയ്യാൻ സാധിക്കും. അപ്പൊ അതിന്റെ പേഴ്സണൽ പ്രൊനൗണും കൂടി മനസ്സിലാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് ചെയ്യാൻ സാധിക്കും. ലുക്ക് അറ്റ് ദ ആക്ടിവിറ്റി, പേജ് നമ്പർ 24. Now fill in the blanks with the suitable words from the box. ആ ബോക്സ് കൊടുത്തിരിക്കുന്ന വേർഡ്സ് പരിചയമില്ലേ? ഹിസ് അവന്റെ, ഹെർ അവളുടെ, ദെയർ എന്ന് പറഞ്ഞ അവരുടെ, മൈ എന്റെ, അവർ ഞങ്ങളുടെ, യുവർ നിങ്ങളുടെ. ഇനി ആക്ടിവിറ്റീസിലേക്ക് നോക്കാം. ഇപ്പൊ can you understand the words in the bracket? ആ ബോക്സിനകത്തുള്ള വേർഡ്സിന്റെ മീനിങ് മനസ്സിലായില്ലേ? ഇനി ആ പാസേജ് നോക്കാം. മനു said, Mom, I am going to wash their hands. ഞാന് എന്റെ കൈ കഴുകാൻ പോവാണെന്നാണ് അവിടെ വേണ്ടത്. ഐ ആം ഗോയിങ് ടു വാഷ് എന്ന കൈ കഴുകാൻ പോവാണ്. എന്ത്? ഹാൻഡ്സ് ആണ്. ഹാൻഡ്സ് ആണ് നൗൺ ആണ്. അതിനു മുമ്പ് ഏതാ അവിടെ ഉപയോഗിക്കുന്നത്? എന്റെ കൈകൾ എന്ന് പറയണം. എന്റെ എന്നുള്ളതിന്റെ അർത്ഥം വരുന്ന വേർഡ് ഏതാ അതിനകത്ത്? മൈ ആണ്. ഓക്കെ. മദർ സെഡ്, യു ആർ എ ഗുഡ് ബോയ്. അമ്മ എന്താ പറയുന്നത്? നല്ല കുട്ടി. ഷീ കിസ്ഡ് മനു ഓൺ ഡാഷ് ചീക്ക്. മനുവിന്റെ കവളിലാണ് ചുംബിക്കുന്നത്. അപ്പൊ അവന്റെ എന്നുള്ളതിന് ഏത് വേർഡാ വരിക? ഹെർ ആണോ ഹിസ് ആണോ വരിക? ഹിസ്. ഓക്കെ, ഹിസ് ചീക്ക്. Manu, do you think all dash friends wash dash hands before eating? വീണ്ടും അമ്മ ചോദിക്കുക, മദർ ആസ്ക്ഡ്. എന്താ ചോദിക്കുന്നത്? നിങ്ങളെല്ലാവരും, നിന്റെ ഫ്രണ്ട്സ് എല്ലാവരും അവരുടെ കൈ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കഴുകാറുണ്ടോ? അപ്പൊ ഡു യു തിങ്ക് ഓൾ ഡാഷ് ഫ്രണ്ട്സ്, നിന്റെ ഫ്രണ്ട്സ്, നിന്റെ എന്ന് പറയുന്ന വേർഡ് ഏതാണ് അവിടെ? യുവർ അല്ലെ? വാഷ് ഡാഷ് ഹാൻഡ്സ്, അവരുടെ കൈയാണ് കഴുകേണ്ടത്. നിന്റെ കൈ എന്നല്ല പറയേണ്ടത്, അവരുടെ കൈ കഴുകാറുണ്ടോ എന്നാ ചോദിക്കുന്നത്. അപ്പൊ ഇങ്ങനെ പറയാ, അവരുടെ എന്നുള്ളതിന് വാഷ് ദെയർ ഹാൻഡ്സ്. യെസ്, മനു റിപ്ലൈ പറയുന്ന, യെസ് ദേ ഓൾ വാഷ് ഡാഷ് ഹാൻഡ്സ് ബിഫോർ ദേ ഈറ്റ്. അവരൊക്കെ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് അവരവരുടെ കൈ കഴുകാറുണ്ട്. അവരുടെ, വീണ്ടും അവിടെ ആവർത്തിച്ചൊന്നു, ഏതാ വേർഡ്? ദെയർ. ഡു യുവർ ടീച്ചേഴ്സ് ആസ്ക് യു ടു ഡെവലപ്പ് ഗുഡ് ഹാബിറ്റ്സ് ലൈക്ക് ദിസ്? മദർ ആസ്ക്ഡ്. അമ്മ വീണ്ടും ചോദിക്കുക, നിന്റെ ടീച്ചേഴ്സ് അവരോടൊക്കെ ചോദിക്കാറുണ്ടോ ഇതുപോലത്തെ നല്ല ശീലങ്ങൾ എന്ത് ചെയ്യാന്, ഡെവലപ്പ് ചെയ്യുന്നതിനെ പറ്റി നിങ്ങളോട് ചോദിക്കാറുണ്ടോ എന്നാ ചോദിക്കുന്നത്. യെസ്. അപ്പൊ വീണ്ടും അവിടെ ഡാഷ് ആണ്. ഡാഷ് സയൻസ് ടീച്ചർ, ഞങ്ങളുടെ സയൻസ് ടീച്ചർ എന്ന് പറയണം, അതല്ലെങ്കിൽ എന്റെ സയൻസ് ടീച്ചർ എന്ന് പറയണം. ഓൾവേസ് ടെൽസ് us about the importance of developing good habits. എപ്പോഴും ഞങ്ങളോട് പറയാറുള്ളതിനെ കുറിച്ചാണ്, നല്ല ശീലങ്ങളെ വളർത്തിക്കൊണ്ടുവരുന്നതിന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ് ഞങ്ങളോട് പറയാറുള്ളത്. അപ്പൊ എന്റെ ടീച്ചർ എന്നുള്ളതിനും അല്ലെങ്കിൽ ഞങ്ങളുടെ ടീച്ചർ എന്നുള്ളതിന് വേർഡ് ഏതൊക്കെയാണ്? വേർഡ് മീനിങ് നന്നായിട്ട് പഠിച്ചാലേ ഇത് മനസ്സിലാവുള്ളൂ കേട്ടോ. ഈ ആ അഡ്ജക്റ്റീവിന്റെ വേർഡ് മീനിങ് പഠിക്കണം. ഹെർ, അത് സയൻസ് ടീച്ചർ എന്നതിന് മുമ്പ് ഏതായിരിക്കും വരിക? അവർ എന്നോ അതല്ലെങ്കിൽ മൈ എന്നോ ഉപയോഗിക്കണം. ഷീ ടെൽസ് ആസ് ദ സ്റ്റോറി ഓഫ് ഡാഷ് സൺ ആൻഡ് ഡോട്ടർ. ആരുടെ? സെഡ് മനു. മനു പറയാണ്, ഷീ ടെൽസ് അസ്, ഞങ്ങളോട് പറയാറുണ്ട്, സ്റ്റോറി ഓഫ്, ആരുടെ കഥയാണ്? അവരുടെ മകന്റെയും മകളുടെയും കഥ. ഷീ ടെല്ലാണ്. ഷീ എന്ന് പറഞ്ഞാല് ടീച്ചറാണ് അല്ലെ? അപ്പൊ ലേഡിയാണ്. അപ്പൊ അവിടെ ഏതാ ഉപയോഗിക്കേണ്ടത്? ഹിസ് ആണോ ഹെർ ആണോ ഉപയോഗിക്കുക? ദെയർ ആണോ ഉപയോഗിക്കുക? ഷീ എന്നുള്ളത് സിംഗുലർ ആണ്, ഏകവചനാണ്. അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്നത് ഹെർ ആണ്. സെഡ് മനു, ദാറ്റ് ഈസ് ഇൻട്രസ്റ്റിംഗ്. അമ്മ പറയാണ്, ഐ ആം കൺഗ്രാജുലേറ്റ് ഡാഷ്
അമ്മ പറയുന്നത് ഞാൻ അവളെ കൺഗ്രാജുലേറ്റ് ചെയ്യാണെന്ന്. വീണ്ടും ഏതാ ഉപയോഗിക്കേണ്ടത്? ഹെർ അല്ലെ. എവരിബഡി ലൈക്സ് ഡാഷ്. അപ്പൊ മനു പറയുന്നതാണ് എല്ലാവർക്കും അവരെ നല്ല ഇഷ്ടമാണ് എന്നാ പറഞ്ഞത്. ലൈക്സ് ഡാഷ്. ഹിസ് ആണോ ഹെർ ആണോ ഉപയോഗിക്കുക? എവരിബഡി ലൈക്സ് ഹെർ. ഓക്കെ, യു അണ്ടർസ്റ്റാൻഡ്? വേർഡ് മീനിങ് ഒക്കെ നന്നായിട്ട് പഠിക്കുക. ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് വെരി വെൽ. ക്ലാസ് എടുത്തത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക. എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇടുക. ഓക്കെ, താങ്ക് യു.